ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ലേൺ ICT സ്കിൽ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നാം പരിചയപ്പെടുന്ന പുതിയൊരു ട്യൂട്ടോറിയൽ, അതായത് നമ്മുടെ ഫോട്ടോയിലെ ബാക്ക്ഗ്രൗണ്ടുകൾ ഒഴിവാക്കി നമ്മുടെ ഫോട്ടോസ് മാത്രം എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ഒരു അടിപൊളി വെബ്സൈറ്റ് പരിചയപ്പെടുത്തുന്ന ട്യൂട്ടോറിയലാണ് ഇന്നത്തെ ട്യൂട്ടോറിയൽ. എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഡിയർ ഫ്രണ്ട്സ്, ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ബാക്ക്ഗ്രൗണ്ടുകൾ റിമൂവ് ചെയ്ത ഫോട്ടോസുകളുടെ ആവശ്യകത എന്ന് പറയുന്നത് ഈ ഇടതുവശത്ത് കാണുന്ന രീതിയിലുള്ള പോസ്റ്ററുകൾ നമുക്ക് ഡിസൈൻ ചെയ്യേണ്ടി വരുമ്പോഴാണ് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഒഴിവാക്കിയിട്ടുള്ള ഫോട്ടോകൾ നമുക്ക് പ്രയോജനകരമായി വരുന്നത്. പോസ്റ്റർ ഡിസൈനിങ് വളരെ എളുപ്പത്തിൽ ചെയ്യുന്നതിന് വേണ്ടിയുള്ള നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ട്യൂട്ടോറിയലാണ് നമ്മുടെ ഇമേജിൽ നിന്ന് ബാക്ക്ഗ്രൗണ്ടുകൾ ഒഴിവാക്കി ഫോട്ടോസ് മാത്രം എങ്ങനെ എക്സ്ട്രാക്റ്റ് ചെയ്യുന്നത് എന്ന് നമ്മൾ നന്നായി അറിഞ്ഞിരിക്കണം. അതറിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത ഫോട്ടോസുകൾ പോസ്റ്ററുകളിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ ട്യൂട്ടോറിയൽ പോസ്റ്റർ ഡിസൈനിങ്ങിന് മുമ്പേ എങ്ങനെ ഫോട്ടോസുകളിൽ നിന്ന് ബാക്ക്ഗ്രൗണ്ട് ഒഴിവാക്കി ഫോട്ടോസ് മാത്രം എക്സ്ട്രാക്റ്റ് ചെയ്തെടുക്കുന്ന എന്നതിനെക്കുറിച്ച് പഠിക്കുന്നത്. നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു വെബ് ബ്രൗസർ ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ്. വെബ് ബ്രൗസർ ഓപ്പൺ ചെയ്തതിന് ശേഷം സെർച്ച് ഏരിയയിൽ നമ്മൾ കൊടുക്കേണ്ടത് റിമൂവ് BG എന്ന് പറയുമ്പോൾ ബാക്ക്ഗ്രൗണ്ട്, അതിൻ്റെ വേർഡ് മീനിങ് എന്ന് പറയുമ്പോൾ റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് റിമൂവ് BG എന്ന് ടൈപ്പ് ചെയ്യുക. റിമൂവ് BG എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ കിട്ടുന്ന സെർച്ച് റിസൾട്ടിൽ ആദ്യത്തേത് www.remove.bg എന്നൊരു വെബ്സൈറ്റ് ലിസ്റ്റ് ചെയ്യും. ആ ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നാം എത്തിയിരിക്കുന്നത് remove.bg എന്ന വെബ്സൈറ്റിൻ്റെ ഹോം പേജിലാണ് വന്നിരിക്കുന്നത്. നാം വളരെ സിമ്പിളാണ് ഇതിൻ്റെ സ്റ്റെപ്പ്. ഇതാ ഇവിടെ വലതുവശത്തായിട്ട് നമ്മൾക്ക് ഏത് ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ടാണോ എക്സ്ട്രാക്ട് ചെയ്യേണ്ടത് ആ ഫോട്ടോ നമ്മളിവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ഉദാഹരണമായിട്ട് ഞാൻ ഇവിടെ ഒരു ഫോട്ടോ ഞാനിവിടെ സെലക്ട് ചെയ്യുന്നു. ഞാനിപ്പം നമുക്ക് ഈ ഒരു ഫോട്ടോ തന്നെ കൊടുത്തു നോക്കാം. സപ്പോസ് ഞാൻ സെലക്ട് ചെയ്ത ഫോട്ടോ എന്ന് പറയുന്നത് ഇതാണ്. ഞാൻ സെലക്ട് ചെയ്തത് വളരെ ഷോർട്ട് മിനിറ്റിനുള്ളിൽ വെച്ച് ഇതാ നമ്മുടെ ഒറിജിനൽ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒറിജിനൽ എന്ന ഫയൽ ഇവിടെ കാണും. വളരെ 5 സെക്കൻഡിനുള്ളിൽ നമ്മുടെ ഫോട്ടോസിൽ നിന്ന് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത റിമൂവ്ഡ് ബാക്ക്ഗ്രൗണ്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോസിൽ നിന്ന് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയ ഫോട്ടോ കാണാൻ പറ്റും. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിനെ ഒന്ന് ഡൗൺലോഡ്, നമ്മുടെ സിസ്റ്റത്തിലോട്ടൊന്ന് ഡൗൺലോഡ് ചെയ്യണം. ഈ എക്സ്ട്രാക്ട് ചെയ്ത അല്ലെങ്കിൽ നമ്മൾ റിമൂവ് ചെയ്ത ബാക്ക്ഗ്രൗണ്ട് ഒഴിവാക്കിയുള്ള ആ ഫോട്ടോ ഒന്ന് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഡൗൺലോഡിൽ ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് എന്ത് ചെയ്യുക, സേവ് ഫയൽ ഒന്ന് കൊടുക്കുക. ഇത് ഡൗൺലോഡ്സിൻ്റെ ഫോൾഡറിൽ സേവ് ആയി കിടക്കാം. നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ഇത് ഡൗൺലോഡ് ആയോ എന്ന്. പ്ലേസസിൽ പോയി ഡൗൺലോഡ്സ് ക്ലിക്ക് ചെയ്യുക. ഡൗൺലോഡ്സിൽ നോക്കുകയാണെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് എല്ലാം ഒഴിവായി. പോസ്റ്റർ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന പേജിൽ ബാക്ക്ഗ്രൗണ്ട് ഒഴിവാക്കിയ ഫോട്ടോകൾ വയ്ക്കുമ്പോൾ വളരെ നല്ല ഭംഗിയാണ്. നമുക്ക് പോസ്റ്ററിൽ കുറച്ച് മനോഹരമാക്കാൻ സാധിക്കും. ഞാൻ ഒരു ട്രയലൂടെ ഒന്നുകൂടെ നിങ്ങൾക്ക് കാണിക്കാം. വീണ്ടും നമ്മൾ remove.bg പോവുക. ബിജിയിൽ പോയി അവിടെ ഒരു അപ്ലോഡ് ഇമേജ് കൊടുക്കുക. ഇവിടെ ഞാൻ ഉദാഹരണമായി എൻ്റെ ഡെസ്ക്ടോപ്പിൽ ഞാൻ അബ്ദുൽ കലാമിൻ്റെ ഒരു ഫോട്ടോ ഞാനിവിടെ ഇതാണെന്ന് വിചാരിക്കുക. ഞാനൊരു ഫോട്ടോ സെലക്ട് ചെയ്തു. APJ അബ്ദുൽ കലാമിൻ്റെ. എനിക്കൊരു പക്ഷേ ഈ APJ അബ്ദുൽ കലാമിൻ്റെ കണ്ടോ, ഞാൻ സെലക്ട് ചെയ്ത ഒറിജിനൽ ഫോട്ടോ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടും ടെക്സ്റ്റും എല്ലാം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഈ ബാക്ക്ഗ്രൗണ്ടുകളെല്ലാം റിമൂവ് ചെയ്തുകൊണ്ട് നമ്മൾ വീണ്ടും അത് കാണണമെങ്കിൽ റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് ടൈം നമ്മൾ ഫോട്ടോ സെലക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി റിമൂവ് ബാക്ക്ഗ്രൗണ്ട് ചെയ്ത ഫോട്ടോ നമുക്ക് കാണിക്കും. വീണ്ടും ഒറിജിനലിലോട്ട് നമുക്ക് കാണിക്കണം. ഒറിജിനൽ ഫയലിലോട്ട് ഒന്ന് പോകണമെങ്കിൽ ഒറിജിനൽ ക്ലിക്ക് ചെയ്യുക. വീണ്ടും നമുക്ക് റിമൂവ് ബാക്ക്ഗ്രൗണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്താൽ ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുക, സേവ് കൊടുക്കുക. നമ്മുടെ ഡൗൺലോഡ്സിൻ്റെ ഫോൾഡറിൽ ഇത് സേവായി. നമുക്കിത് പ്ലേസസിൽ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ്സ് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ടുകളെല്ലാം റിമൂവ് ചെയ്ത ഒരു ഫോട്ടോ. ഡിയർ ഫ്രണ്ട്സ്, ഇപ്രകാരം നിങ്ങൾക്ക് വളരെ മനോഹരമായ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോസുകളിൽ നിന്ന് ബാക്ക്ഗ്രൗണ്ടുകൾ റിമൂവ് ചെയ്യാം. എല്ലാവരും നന്നായിട്ട് മനസ്സിലാക്കുക. ഈ ട്യൂട്ടോറിയൽ എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു.
വീണ്ടും പുതിയൊരു അധ്യായത്തിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.